കീബോർഡും മൗസും മോണിറ്ററും ഇല്ലാതെ ഒരു റാസ്ബെറി പൈ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതിനായി റാസ്ബെറി പൈ, SD കാർഡ്, കാർഡ് റീഡർ, മൈക്രോ USB എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി തന്നെ ഈ ഒരു സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഒന്നാമതായി SD കാർഡ് ഫോർമാറ്റർ, രണ്ടാമതായി അഡ്വാൻസ്ഡ് IP സ്കാനർ, മൂന്നാമതായി പുട്ടി, നാലാമതായി TightVNC, അഞ്ചാമതായി HR. ഇനി ഈ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നത് കാണിച്ചു തരാം. ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ഞാൻ മുന്നേ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. എല്ലാ സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേൺ ചെയ്യുന്നതിന് വേണ്ടി SD കാർഡ് റീഡറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് PC-യിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. PC-യിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം SD കാർഡ് ഫോർമാറ്റർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് SD കാർഡ് ഫോർമാറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായി HR ഓൺ ആക്കുക. HR ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ HR റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കുന്നതാണ്. HR ഓണായി വരാൻ 1 മുതൽ 2 മിനിറ്റ് വരെ സമയമെടുക്കുന്നതാണ്. ഇതിനെല്ലാം മുമ്പേ raspberrypi.org എന്ന വെബ്സൈറ്റിൽ കയറി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാനിവിടെ റാസ്ബിയൻ സ്ട്രെച്ച് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി തുറന്നു വന്നിരിക്കുന്ന HRൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും SD കാർഡും സെലക്ട് ചെയ്തതിനു ശേഷം ഫ്ലാഷ് ചെയ്യുക. ഫ്ലാഷിംഗ് പൂർത്തിയാവാൻ 8 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുക്കുന്നതാണ്. ഫ്ലാഷിംഗ് പൂർത്തിയായതിനു ശേഷം SD കാർഡ് PC-യിലേക്ക് റീഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം SD കാർഡിൻ്റെ ബൂട്ട് ഫോൾഡറിലേക്ക് കയറി 2 പുതിയ ബ്ലാങ്ക് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിലൊന്നാമത്തെ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിനെ എക്സ്റ്റൻഷൻ ഇല്ലാതെ SSH എന്ന് റീനെയിം ചെയ്യുക. ഏതൊരു ഫയലിൻ്റെയും ഫയൽ നെയിം എക്സ്റ്റൻഷൻ കാണുന്നതിനു വേണ്ടി വ്യൂയിൽ പോയി
ഫയൽ നെയിം എക്സ്റ്റൻഷൻ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. അടുത്ത ടെക്സ്റ്റ് ഡോക്യുമെന്റിൽ താഴെ കൊടുത്തിരിക്കുന്ന WPA_supplicant.conf എന്ന ഫയലിലെ കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. റാസ്ബെറി പൈ ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഹോട്ട്സ്പോട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഫയൽ ഉപയോഗിക്കുന്നത്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഹോട്ട്സ്പോട്ട് നെയിമിൽ നിങ്ങളുടെ ഹോട്ട്സ്പോട്ടിൻ്റെ പേരും പാസ്വേഡിൽ നിങ്ങളുടെ പാസ്വേഡും കൊടുക്കേണ്ടതാണ്. ഈ കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരുവിധ മാറ്റവും വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകഴിഞ്ഞ് ഈ ഫയൽ .text എന്ന എക്സ്റ്റൻഷൻ ഒഴിവാക്കി WPA_supplicant.conf എന്ന് റീനെയിം ചെയ്യുക. അതിനുശേഷം SD കാർഡ് ഇജക്റ്റ് ചെയ്യേണ്ടതാണ്. ഇജക്റ്റ് ചെയ്തതിനു ശേഷം SD കാർഡ് റാസ്ബെറി പൈയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ശേഷം മൈക്രോ USB ഉപയോഗിച്ച് റാസ്ബെറി പൈയും PCയും തമ്മിൽ കണക്ട് ചെയ്യുക. റാസ്ബെറി പൈ പവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് മൈക്രോ USB ഉപയോഗിക്കുന്നത്. PCയിലേക്ക് കണക്ട് ചെയ്താൽ 20 മുതൽ 30 സെക്കൻഡ് വരെ സമയമാണ് റാസ്ബെറി പൈ ബൂട്ട് ചെയ്യാനെടുക്കുന്നത്. റാസ്ബെറി പൈ ബൂട്ടായതിനു ശേഷം അഡ്വാൻസ്ഡ് IP സ്കാനർ ഉപയോഗിച്ച് റാസ്ബെറി പൈയുടെ IP അഡ്രസ് കണ്ടുപിടിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് IP സ്കാനറിൽ നിന്ന് റാസ്ബെറി പൈയുടെ IP അഡ്രസ് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം പുട്ടി ഓൺ ചെയ്യുക. എന്നിട്ട് IP അഡ്രസ്സിൻ്റെ കോളത്തിൽ IP അഡ്രസ് പേസ്റ്റ് ചെയ്യുക. പോർട്ട് നമ്പർ എപ്പോഴും ഡിഫോൾട്ടായി 22 ആയിരിക്കും. ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഒരു പോപ്പപ്പ് പ്രത്യക്ഷപ്പെടുന്നതാണ്. ആ പോപ്പപ്പിൽ യെസ് കൊടുക്കുക. അപ്പോൾ പൈയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ലോഗിൻ IDയും പാസ്വേഡും ചോദിക്കും. ഡിഫോൾട്ടായി ലോഗിൻ as പൈയും പാസ്വേഡ് റാസ്ബെറിയുമാണ്. റാസ്ബെറി പൈയുടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അപ്ഡേറ്റും അപ്ഗ്രേഡും ചെയ്യേണ്ടതാണ്. അതിനായി ഇവിടെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിക്കാം. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലേക്ക് പോകുന്നതിന് വേണ്ടി TightVNC അല്ലെങ്കിൽ RealVNC എന്നീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. ഞാനിവിടെ TightVNC എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അതിനായി ആദ്യം തന്നെ TightVNC സെർവർ ഈ കോഡ് ഉപയോഗിച്ച് റാസ്ബെറി പൈയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം VNC സെർവർ /:1 എന്ന കോഡ് ഉപയോഗിച്ച് ഇത് ഇനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. VNC സെർവർ ഇനേബിൾ ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. അതിനായി 8 അക്കത്തിൽ കൂടാതെയുള്ളൊരു പാസ്വേഡ് ഉപയോഗിക്കേണ്ടതാണ്.
അതിനുശേഷം Y എന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് വ്യൂ ഓൺലി മോഡിനും ഒരേ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതാണ്. റാസ്ബെറി പൈ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ VNC സെർവർ ഇനേബിൾ ചെയ്യാൻ വേണ്ടി rc.local എന്ന ഫയലിൽ കയറി ചെറുതായി ഒന്ന് എഡിറ്റ് ചെയ്താൽ മതിയാവും. rc.local എന്ന ഫയലിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആ ഫയലിൽ കയറിയതിനു ശേഷം താഴേക്ക് വന്നാൽ FI എന്ന് പറഞ്ഞൊരു ലൈൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതിന് താഴെയായി ഈ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം Ctrl+X ഞെക്കി Y ഞെക്കി സേവ് ചെയ്യുക. പിന്നീട് എൻ്റർ ഞെക്കുക. ഇനി sudo reboot എന്ന കോഡ് എൻ്റർ ചെയ്ത് പൈ റീബൂട്ട് ചെയ്യുക. ശേഷം കുട്ടി ക്ലോസ് ചെയ്യുക. TightVNC ഓപ്പൺ ചെയ്ത് IP അഡ്രസ് പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. 5901 ആണ് ഡിഫോൾട്ടായുള്ള പോർട്ട് നമ്പർ. അതിനുശേഷം കണക്ട് ക്ലിക്ക് ചെയ്യുക. കണക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ പാസ്വേഡ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ബോക്സ് പ്രത്യക്ഷപ്പെടും. അതിൽ യൂസർ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലേക്ക് കയറാവുന്നതാണ്. ഇങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.